ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള റെസിപ്പീസാണ് കാണിക്കുന്നത്. ഇതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യണേ. മുട്ടയും ബ്രെഡും വീട്ടിലുണ്ടോ എങ്കിൽ ഇതുപോലൊരു ടേസ്റ്റി റെസിപ്പി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്ത് വീട്ടുകാരെ ഞെട്ടിക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് സവാള വേണം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് 1/4 കപ്പ് തക്കാളി വേണം, 1/4 കപ്പ് ക്യാരറ്റ് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ബീൻസാണ്. ബീൻസ് നമ്മളൊരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും മതി. പിന്നെ നമ്മൾ 2 മുട്ട. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ്, അതൊരു 4 എണ്ണം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത്രയും മാത്രം മതി, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഇച്ചിരി കണ്ടില്ലേ, അത്രയും മതി. അതൊന്ന് ജസ്റ്റ് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ടൊന്ന് ചൂടാവാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ സവാള ചേർക്കാം. ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം, ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ അത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം കല്ലുപ്പ് വെള്ളത്തിൽ അലിയിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത്രയും സവാള ചേർക്കണമെന്നൊന്നുമില്ല, കുറച്ച് ചേർത്താലും മതി. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരേക്കും ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ബീൻസും ക്യാരറ്റും ഒക്കെയാണ് ചേർക്കുന്നത്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പം പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. നിങ്ങൾക്ക് കുറച്ചുകൂടെ പച്ചമുളക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് കുറവുള്ള പച്ചമുളക് ആണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. അപ്പം ഞാനിത് എരിവ് കൂടിയതായതുകൊണ്ടാണ് കുറേശ്ശെ ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് മസാല പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമ്മൾ ബീൻസ് ചേർക്കുള്ളൂ. അപ്പോൾ നമുക്കിനി മസാല പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ ചിലത് വെള്ളം ഒഴിച്ചാലേ വേവുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പിന്നെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. മുളക് പൊടി ഞാനിവിടെ ഒരു ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ മുളക് പൊടി ഇപ്പം എരിവ് കൂടുതലെങ്ങാനാണെങ്കിൽ കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്രെഡിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല, പിന്നെ വേറെ കാര്യങ്ങൾ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ജസ്റ്റ് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡിനകത്തൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. മുളക് പൊടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മിക്സാക്കി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീൻസ് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉടനെ വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. കാരണം ബീൻസ് വേവാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കണം, എന്നാലേ നന്നായിട്ട് വേവുള്ളൂ. അപ്പോഴേക്കും ക്യാരറ്റും ബീൻസും നന്നായിട്ട് വെന്ത് വരും. നമ്മുടെ ബ്രെഡിനകത്ത് ചേർക്കാനുള്ള ഫില്ലിങ് റെഡിയായി കിട്ടും. നമ്മളിവിടെ ചെറിയൊരു ഗ്ലാസ്സിലെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ് റെഡി ആവുന്നതാണ്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീൻസും ക്യാരറ്റും എല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഉള്ളതൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കുവാണ്.
അപ്പോഴേക്ക് നമ്മുടെ ഫില്ലിങ് പിന്നെ റെഡിയാവും. നമുക്ക് പിന്നെ ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഷടപടയെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ 2 മുട്ട നമുക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ടിടണം. അത് പിന്നീട് നമുക്ക് ഫില്ലിങ്ങിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 2 മുട്ട ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ഇത് ബ്രെഡിനകത്ത് ഡിപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതനുസരിച്ച് മുട്ട ചേർക്കാവുന്നതാണ് പുഴുങ്ങിയിടാനായിട്ട്. അതായത് ഇപ്പോൾ 2 മുട്ട പപ്സ് ഉണ്ടാക്കുന്നെങ്കിൽ 1 മുട്ട മതിയാവും. അപ്പോൾ വീട്ടിലുള്ള അംഗങ്ങളനുസരിച്ച് 2-3-4 എണ്ണം വേണമെങ്കിൽ കുറച്ചും കൂടെ മുട്ട ചേർക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് പുഴുങ്ങാനിട്ടിരിക്കുന്നത്. പിന്നെ 2 മുട്ട ബീറ്റും ചെയ്തു. പിന്നെ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ മുട്ട ആഡ് ചെയ്യാവുന്നതാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പി മുട്ട പപ്സ് പോലെയൊക്കെ വരും, പക്ഷേ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മുട്ട പപ്സ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇതിനൊരു പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു പേര് കമൻറ്റ് ഇട്ടേരെ. ഇത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി ബ്രെഡ് ഡിപ്പ് ചെയ്യാം ഈ മുട്ടയിലോട്ട്. എന്നിട്ട് നമ്മൾ അതൊരു പാനിലോട്ട് വെക്കുന്നതായിരിക്കും. 2 സൈഡ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. ഒരുപാട് അങ്ങ് ഡിപ്പ് ചെയ്താൽ ബ്രെഡ് അങ്ങ് ഇതായി പോവും, പൊടിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിത് ആ പാനിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ പാനിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അടുത്ത ഒരു ബ്രെഡും എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് അത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 2 ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫില്ലിങ് നമ്മൾ കറക്റ്റിന് ചേർത്ത് കൊടുക്കുക. സൈഡിലൊന്നും പുറത്ത് പോവാതെ ആവശ്യത്തിന് ഇച്ചിരി ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അല്ലാതെ ഫുള്ളും കുറേ വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ബ്രെഡ് വെക്കുമ്പം അതൊക്കെ ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കി ഒന്ന് കൊടുക്കുക. അതിന് ശേഷം മുമ്പേ പുഴുങ്ങി വെച്ച മുട്ട ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി സൈഡ് വീതം 2 ഭാഗത്തും വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നമുക്ക് ബ്രെഡ് വെക്കാവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ഇപ്പുറം നമ്മൾ ലാസ്റ്റ് വന്ന മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ്സ് ഇരിക്കുമ്പോഴത്തേക്കും ഒന്ന് വേവും. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ആവിയിലിരുന്ന് വേവും. അപ്പോൾ നമ്മൾ മുകളിൽ പിന്നീട് ടൊമാറ്റോ വെച്ചു. അപ്പോൾ ടൊമാറ്റോ നല്ലതാണ്. അതിനകത്ത് വിറ്റമിൻ എ, ബി, സി ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ ടൊമാറ്റോ കഴിക്കുന്നത് നല്ലതാണ്. ചെറി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രേപ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഏതായാലും നല്ലതല്ലേ കഴിച്ചാലും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരു ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കി കൊടുക്കാനായാലും കുട്ടികൾ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാനായാലും വളരെ എളുപ്പകരവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലെപ്പോഴും ഉള്ള വെജിറ്റബിൾസും കുറച്ച് മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്ലാതെ വേറൊരു ഐറ്റംസും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സെക്കൻഡ് റെസിപ്പി എന്ന് പറയുന്നത് മുട്ടയും ബ്രെഡും കൊണ്ട് ഇതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ നമുക്കിതിൽ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അതിനായി 1 ബ്രെഡ് വേണം. പിന്നെ വേണ്ടത് സവാള കൊത്തിപ്പൊടിഞ്ഞരിഞ്ഞത്, പിന്നെ 2 മുട്ടയും. ഇത്രയും മാത്രം മതിയാവും ഈ ഒരു ടേസ്റ്റി റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരുപാട് എഫേർട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ബ്രൗൺ കളർ ആകുന്നിടം വരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. പതുക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. സ്പീഡിനൊന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം മതിയാവും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്കിത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. കണ്ടില്ലേ, നമ്മളത് ഫുള്ളും മാറ്റിയെടുക്കുന്നുണ്ട്.
നല്ല ടേസ്റ്റിയാണ് ബ്രെഡ് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ കേട്ടോ. ഒന്നും വെച്ച് മൊത്തം കഴിച്ചു തീർക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ, അതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് സവാളയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊരു ബ്രൗൺ കളറാവുന്നിടം വരേക്കും നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനിപ്പുറം ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇളക്കി ഇതേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും വളരെ ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഒരുപാട് പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ചേർക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ബ്രെഡ് ചേർക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സവാളയുടെയും തക്കാളിയുടെയും ആ ഒരു ടേസ്റ്റൊക്കെ ബ്രെഡിലോട്ട് ഒന്ന് പിടിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ആ ബ്രെഡിലോട്ട് ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. നമ്മളിതിൽ മസാല പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. ഇത് ആഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട നമ്മൾ വൈറ്റ് ആൻഡ് യെല്ലോ സെപ്പറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രെഡും സവാളയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് ഒരു 10 മിനിറ്റ്സ് അടിച്ച് പതപ്പിച്ചതിന് ശേഷം വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അത് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പകുതി വെള്ളയും പകുതി മഞ്ഞയ്ക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു പോർഷനിലോട്ട് മുട്ടയുടെ വെള്ള ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലായിടവും സ്പ്രെഡായി വരത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു സ്പൂൺ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി യെല്ലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പുറത്തെ സൈഡിലോട്ട് ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വൈറ്റ് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൊസല്ല ചീസാണ് ചേർക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വിതറി എല്ലാ സൈഡിലോട്ടും ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ചേർത്താലോ അല്ലെങ്കിൽ പൊടിപ്പൊടിയായിട്ട് ആക്കിയിട്ടാലോ മതിയാകും. പൊടിപ്പൊടിയായിട്ട് ഇടുന്നതാണ് ബെറ്റർ. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് വെന്തിരിക്കും. വേവുമ്പോൾ ഒന്ന് ജസ്റ്റ് പൊങ്ങി വരുന്നതാണ്. തീ ജസ്റ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും. ആഫ്റ്റർ 3 മിനിറ്റ്സ് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മുട്ടയും ബ്രെഡും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി ഡിഷസൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കൂ. അവർക്കൊക്കെ വളരെ ഇഷ്ടമാവും. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടാനായിട്ട് മറക്കല്ലേ. ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ.